ഡോക്ടർ എൻ നൗഫൽ, ഇതിപ്പോ എല്ലാവർക്കും എന്തു ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ചൊക്കെ നമ്മൾ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട്. ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിലൊരു ക്യാമ്പസിൽ കൃത്യമായി അങ്ങനെ ഒരു ലഹരി ഉപയോഗം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അധ്യാപകരുടെ അടക്കം പരാതി ഉണ്ടാകുകയും ഡാൻസ് ഓഫ് സംഘം അവിടെ വരികയും മുഴുവൻ വീഡിയോ ചിത്രീകരിക്കുകയും ഇത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. ഇതൊരു പേടിയുണ്ടാക്കും. ലഹരിയുടെ ഉപയോഗം ജീവിതത്തെയും ആരോഗ്യത്തെയും കരിയറിനെയും ഭാവിയും ഒക്കെ തകർത്ത് കളയുമെന്നൊരു പേടിയും തിരിച്ചറിവും ഉണ്ടാകുമോ ഇത്തരം നടപടികളിലൂടെ? ഉറപ്പായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ കവി അയ്യപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. കവി അയ്യപ്പൻ വലിയ കള്ളുകൂടിയനായിരുന്നു. പക്ഷേ കള്ളുകുടിച്ചിട്ട് ഒരു വരി പോലും സർഗാത്മകമായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് കവി അയ്യപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ മാതൃകയാക്കാനാകാത്ത ജീവിതങ്ങളാണ് ലഹരി ഉപയോഗിച്ചവരുടെ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം. അതോടൊപ്പം ഞാൻ ഈ സ്റ്റേറ്റിന്, പോലീസിന്, എക്സൈസിനൊക്കെ വലിയ റോളുള്ളപ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചു, അയാളെ ലഹരി വസ്തുവുമായിട്ട് പിടിച്ചു, എങ്ങനെയാണ് നമ്മൾ അയാളെ ഡീൽ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അയാളെ ഒരു ജീവിതകാലം മുഴുവൻ അയാൾ ഒരു ക്രിമിനലാണെന്നും ഒരു ക്രിമിനൽ മൈൻഡാണ് അയാൾക്കുള്ളതെന്നും സ്ഥാപിച്ച് അയാളെ സമൂഹത്തിന് പുറത്താക്കുകയാണോ വേണ്ടത്? നമ്മൾ ഏത് നിലയാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ പൊസിഷൻ എന്താണ്? അഥവാ വീട്ടിൽ ലഹരി വസ്തു പിടിക്കുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ, ഹൈസ്കൂൾ മുതലേ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. സ്കൂളിൽ ലഹരി വസ്തു പിടിക്കുന്ന ഒരു കുട്ടിയോട് ടീച്ചർ എന്ത് നിലപാടായിരിക്കും? ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരു സഹപാഠി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ അനിയൻ മയ്യനാട് സ്കൂളിൽ പഠിക്കുന്നു. വളരെ ലഹരിയുടെ പേര് വിട്ടൊരു സ്കൂളാണത്. ലഹരി ഉപയോഗിക്കുന്നു. എൻ്റെ അടുത്തൊരു സഹായം തേടി ഞാൻ അന്ന് ACP ആയിരുന്ന കൃഷ്ണകുമാർ സാറിനെ വിളിച്ചു. ഇപ്പോൾ സാറ് ഈ കേസ് ട്രേസ് ചെയ്ത് പിടിച്ച ഉടനെ ഈ കുട്ടി കരച്ചിൽ നിലവിളിയായത് എൻ്റെ അനിയൻ്റെ പേര് മോശമാകും, അതുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വളരെ മാതൃകാപരമായിട്ട് തോന്നിയത് നമ്മുടെ NDAയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മകനെ ലഹരിയായിട്ട് പിടിച്ചപ്പോൾ അയാൾ പൊതുസമൂഹത്തിൽ പറഞ്ഞു, എൻ്റെ മകൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ അയാളെ കുറ്റവാളിയാക്കുകയല്ല, അയാളെ എഴുതിത്തള്ളുകയല്ല, അയാളെ ഉപേക്ഷിക്കുകയല്ല, പക്ഷെ അവൻ ചെയ്ത് തെറ്റാണെന്ന് അക്ലെയിം ചെയ്യാനുള്ളൊരു ബാധ്യത അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹപാഠിയാണെങ്കിലും സ്കൂളിലെ ടീച്ചറാണെങ്കിലും അവർക്കുണ്ട്. അതിൻ്റെ അർത്ഥം കുട്ടിയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, കുട്ടിയെ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്തുക എന്നുള്ളതല്ല. കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഏറ്റവും ഇപ്പോൾ പഞ്ചാബിലൊക്കെ ലഹരിയുടെ വേട്ട തുടരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്താണ്? അവർ വലിയ രീതിയിൽ അഡിക്ഷൻ ഫെസിലിറ്റീസിനെ ഡീഅഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡീഅഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് നന്നായിട്ട് കഴിയുന്നു. ലഹരി ഉപയോഗിക്കുന്ന ഒരാളൊരു മോശം വ്യക്തിയാണ് എന്നുള്ളത് തീർപ്പാണ്. പക്ഷേ അത് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ലഹരി ഉപയോഗിച്ച ആളുകളൊക്കെ എവിടെയാണ് പോകുന്നത്? സ്കൂളിലോ കോളേജിലോ ലഹരി ഉപയോഗിച്ച ആളുകളൊക്കെ പിന്നീട് എവിടെയാണ് പോകുന്നത്? നമ്മൾ എൻ്റെ ഒരു വലിയൊരു വിമർശനം ഈ ലഹരിയുടെ സംബന്ധമായ ഒരു പഠനവും നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൽ കോളേജിൽ ലഹരി ഉപയോഗിച്ച കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട്, അവരുടെ അക്കാദമിക ജീവിതവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, അവരുണ്ടാക്കിയ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ കുടുംബം ശിഥിലമായതുമായി ബന്ധപ്പെട്ട്, അവരുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ഒരു പഠനങ്ങളും നമ്മൾ നടത്തില്ല. നമ്മുടെ ഡേറ്റ ഇല്ല. നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ എക്സൈസ്, പോലീസ് ഇടപെടുന്നു, സ്റ്റേറ്റ് ഇടപെടുന്നു, കുടുംബം, രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഇടപെടുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഡേറ്റ ഇല്ല എന്നുള്ളത് വലിയൊരു പരിമിതിയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ മുഴുവൻ കുട്ടികളും മോശമാണ് എന്നുള്ള, എൻ്റെ മുന്നേ വരുന്ന ആളുകളുടെ, പിന്നാലെ വരുന്ന ആളുകളുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ കാലം മാത്രമല്ല സുവർണം. ഇപ്പോഴത്തെ കുട്ടികളും മിടുക്കരാണ്. അവരെല്ലാം മോശമല്ല. അവർക്ക് ഏറ്റവും മികച്ച ജെൻഡർ ബോധമുണ്ട്. എൻ്റെയോ നമ്മുടെ മുന്നേ ഉള്ള തലമുറയ്ക്ക് ഉണ്ടായിരുന്നതിൻ്റെ 100-1 ദളിത് വിരുദ്ധതയോ ഹോമോസെക്ഷൽ വിരുദ്ധതയോ ട്രാൻസ്ജെൻഡർ വിരുദ്ധതയോ ഇല്ലാത്ത കുട്ടികളാണ് അവർ. മിടുക്കരായ കുട്ടികളാണ്. അവരുടെ മുഴുവൻ പ്രതിഭയോടും കൂടി വഴിതെറ്റി പോകുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അവരെ തിരിച്ചു പിടിക്കാനുള്ളൊരു സോഷ്യൽ സംവിധാനവും സ്റ്റേറ്റ് സംവിധാനവും എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി അടക്കം പുറത്തുവിടരുത് എന്നത് നിയമപരമായ കാര്യമാണ്. പക്ഷേ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ 18 വയസ്സിന് അപ്പുറത്തേക്ക് 19, 20, 21 വയസ്സാണെങ്കിലും തിരുത്താനുള്ള ഒരു സാധ്യത, പറയുന്നത് പോലെ ഒരു തവണ ഒരു കള്ളം ചെയ്ത് പിടിക്കപ്പെടുന്നവൻ പിന്നീട് എല്ലാ കാലവും കള്ളനായിരിക്കും എന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയൂ. അതെ, ഒറ്റ കാര്യം കൂടെ. ഞാൻ കൊല്ലത്തുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ഒരു അധ്യാപകനോട് ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അധ്യാപകൻ എന്നോട് പറഞ്ഞത്, ഈ കുഞ്ഞ് 4 പഠിക്കുമ്പോൾ 4-5 പഠിക്കുമ്പോൾ നല്ല തടിയും കുടവയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ 4-5 പഠിക്കുന്ന കാലത്ത് ഈ കുഞ്ഞിനെ രാവിലെ മുഖത്ത് വെള്ളം ഒഴിച്ച് 4 മണിയാകുമ്പോൾ ഓടാൻ വിടും. ഓടാൻ പോയില്ലെങ്കിൽ അടിയും ബഹളമാണ്, പരിഹാസമാണ്, തടിയെന്ന് വിളിച്ച് കളിയാക്കലാണ്. അപ്പോൾ വളർന്നു വന്ന കുഞ്ഞ് ഒരു ആന്റി സോഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതിന്റെ കാരണം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൂടിയാണ്. പിതാക്കൾക്കടക്കം അതിന് പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ വളരെ നിർദോഷകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന തമാശകളും ക്രൂരമായ തമാശകളെന്ന് വിളിക്കാൻ പാടില്ല, ക്രൂരമായ തമാശകളൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. തിരുത്താനുള്ളൊരു അവസരം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനവുമാണ്. അത് എല്ലാവരും സ്വയം വിമർശനാത്മകമായി കാണേണ്ടതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും.